വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വിജയപ്രതീക്ഷയുമായി നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് വട്ടിയൂർക്കാവിലെ സിറ്റിംഗ് MLA ആയ VK പ്രശാന്താണ്. ഇത്തവണ വലിയ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു 10% കൂടിയിട്ടുണ്ട്. അത് ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ UDF സാധ്യത എന്നൊക്കെ UDF ഇപ്പോഴത്തെ മത്സരാർത്ഥി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിലൊരു അർത്ഥവുമില്ല. വട്ടിയൂർക്കാവിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത് ഫലത്തിൽ. അതായത് SIR ശേഷം 2,08,000 ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക 1,65,000 താന്നു. പോള് ചെയ്ത വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ 2021 1,37,000 പേർ വോട്ട് ചെയ്തു. ഇത്തവണ അത് 1,27,000 കുറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോളിംഗ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശതമാനക്കണക്ക് വെച്ചിട്ട് ഒരു അസസ്മെൻറ്റിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് വട്ടിയൂർക്കാവിലെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ആഫ്റ്റർ SIR ആണ് ഈ പറയുന്ന ഒരു വർധനവ് തോന്നിപ്പിക്കുന്നത്. ശരിയായ കണക്കല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് LDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 40,000 പുറത്ത് LDF വോട്ട്, പാർട്ടി വോട്ടുകൾ തന്നെ ഉണ്ട്. അതിന് പുറമേയുള്ള വ്യക്തിപരമായ വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് എനിക്ക് കഴിഞ്ഞ 2 തവണയും ജയം ഉണ്ടായത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ളൊരു വലിയ മാർജിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി 5,000 വോട്ടിന് മുകളിൽ ജയിക്കുമെന്നുള്ളൊരു മാർജിൻ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു ഭൂരിപക്ഷത്തിലായിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇവിടെ ജയിക്കാൻ വേണ്ടി കഴിയുക. ഞങ്ങൾക്ക് റിസൾട്ടിൻ്റെ കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക, നല്ല മാർജിനും ഉണ്ടാവും. കഴിഞ്ഞ 2 തവണയും BJPക്ക് 2ാം സ്ഥാനം വന്നു, കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അല്ല, BJP നമുക്കിപ്പോൾ ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു പിക്ചറാണ് ആഫ്റ്റർ പോളിംഗ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2ാം സ്ഥാനത്തേക്ക് UDF സ്വാഭാവികമായിട്ടും വരികയാണ്. അപ്പോൾ പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് BJPയുടെയും UDFൻ്റെയും വന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ പ്രവർത്തന രംഗത്ത് ഇടപെടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി തന്നെ വീടുകൾ സന്ദർശിച്ചു, വിവിധ പരിപാടികൾ സംബന്ധിച്ചു, ബൂത്തുകൾ സന്ദർശിച്ചു. അപ്പോൾ അവിടെയെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം സിറ്റിംഗ് MLA എന്ന നിലയിൽ വികസനം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ല. അപ്പോൾ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വികസനം എല്ലാ മേഖലകളിലേക്കും എത്തിച്ചത് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും LDF വോട്ട് ചെയ്യും. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്ന വോട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഖ്യയിലേക്ക് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സംവിധാനം കണക്കുകൂട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു വോട്ട് തീർച്ചയായിട്ടും വരും. അതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇന്ന് UDF ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, അതായത് സ്ഥാനാർത്ഥി പറയുന്നത് ഒരു 5,000 മുതൽ 10,000 വരെ വോട്ട് ലഭിക്കും, അതിനുശേഷം വിജയം ഉറപ്പാണ്, ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിലൊരു അദ്ദേഹം MLA ആയിരുന്ന ആളാണല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം മണ്ഡലം ഉപേക്ഷിച്ച് പോയി മടങ്ങി വന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞാനാകട്ടെ സിറ്റിംഗ് MLA ആണ്. നിലവിൽ കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പ് 1.5 വർഷവും ബൈ ഇലക്ഷനിൽ കൂടെ ലഭിച്ച കാലാവധിയിൽ ഈ മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വികസനം നടന്നു, സാന്നിധ്യം ഉണ്ടായിരുന്നു, ആളുകൾക്ക് പ്രാപ്യമായിരുന്നു, ഓഫീസ് സംവിധാനം വളരെ ഫലപ്രദമായിരുന്നു, MLA എന്ന നിലയിൽ ഫോൺ വിളിച്ചാൽ എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ജനങ്ങൾ ഇലക്ഷൻ സമയത്ത് എല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഒരിടത്തു നിന്നും എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. ചില എന്തെങ്കിലും വ്യക്തിപരമായ ആനുകൂല്യം ലഭിച്ചില്ല എന്നുള്ള പരാതിയോ അങ്ങനെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പ്ലസ്സായി വരാനാണ് സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത്, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. ഇപ്പോൾ 2019 ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. 2021 ആ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 21,000 വർദ്ധിപ്പിച്ചു. ഇത്തവണ അതിലും കൂടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ കനത്ത മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി 5,000 വോട്ടിന് മുകളിൽ ജയിക്കും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിജയത്തിന് കുറഞ്ഞൊരു സംഭവം ഇല്ലയെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും 100% വിജയസാധ്യതയുള്ള തിരുവനന്തപുരത്തെ ആദ്യ മണ്ഡലം തന്നെ വട്ടിയൂർക്കാവ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ശരി, അപ്പോൾ ഏതായാലും മെയ് 4 ജനവിധി പറയുകയാണ്. അന്നത്തേക്ക് വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഏതായാലും അത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.